ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ. ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്ന ഒരു ദിക്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്കൊരു തുലാസ് എടുക്കാം. ആ തുലാസിൻ്റെ ഒരു അറ്റത്ത് നമ്മൾ 3 വട്ടം ചൊല്ലിയ ഈ ദിക്റും മറ്റേ അറ്റത്ത് നമ്മളുടെ ഇത്രയും കാലത്തെ നന്മയും വെച്ചിട്ട് തൂക്കിയാൽ ഏത് ഭാഗത്താണ് എന്നറിയോ കനം കൂടുക? നമ്മൾ വെറും 3 വട്ടം ചൊല്ലിയ ഈ ദിക്റുള്ള ഭാഗത്താണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്ര പവർഫുള്ളാണ് ഈ ദിക്റെന്ന്. ഇത് സുബഹിക്ക് ശേഷമാണ് ചൊല്ലേണ്ടത്. മുത്തുനബിയുടെ ഭാര്യ ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹ സുബഹി നിസ്കാരവും കഴിഞ്ഞ് നിസ്കാരപ്പായയിൽ തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കായിരുന്നു. അപ്പോഴാണ് നബി തങ്ങൾക്ക് പുറത്തു പോകേണ്ടി വന്നത്. തിരിച്ചെത്തിയ നബി തങ്ങൾ കണ്ടത് അതേ സ്ഥാനത്തിരിക്കുന്ന തൻ്റെ ബീവിയെയാണ്. സുബഹിക്ക് ശേഷം അതേ ഇരുപ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്ന തൻ്റെ ബീവിക്ക് മുത്തുനബി പറഞ്ഞു കൊടുത്ത ദിക്റാണ് ഈ പവർഫുൾ ദിക്ർ. മാത്രവുമല്ല, ഈ ദിക്ർ ചൊല്ലിയാൽ ധനം തേടി വരും, എല്ലാ വിഷമങ്ങളും നീങ്ങുകയും ചെയ്യും. ഇനി നമുക്ക് ദിക്ർ ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർഷിഹി എന്ന് 3 വട്ടം സുബഹിക്ക് ശേഷം ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതലേ നമുക്കെല്ലാം ചൊല്ലിത്തുടങ്ങാം. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ദിക്റുകളൊന്ന് ഉമ്മമാർക്ക് മലയാളത്തിൽ എഴുതി കൊടുക്കണേ. അതായിരിക്കും അവരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂലിയും കിട്ടും. എല്ലാവർക്കും എല്ലാ നന്മകളും നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ.